ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായമായ ജ്ഞാന കർമ്മ സന്യാസ യോഗമാണ് ഇവിടെ വിചാരം ചെയ്യുന്നത്. 3-ാം അധ്യായമായ കർമ്മയോഗത്തിൽ ഭഗവാൻ കർമ്മ രഹസ്യങ്ങളെക്കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുത്തു. ഇത് ഭഗവാൻ നൂതനമായിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരാശയമൊന്നുമല്ല. ഭഗവത്ഗീതയിലെ ആശയങ്ങൾ ചിരപുരാതനങ്ങളാണ്. പക്ഷേ അവയ്ക്ക് നിത്യനൂതനമായ പ്രായോഗികതയുണ്ട്. അർജുനനെ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഭഗവാൻ പറഞ്ഞു, അർജുന, ഞാൻ ഈ കർമ്മസിദ്ധാന്തം പണ്ട് സൂര്യന് ഉപദേശിച്ചിട്ടുണ്ട്, ഇക്ഷ്വാകുവിനും മനുവിനും ഉപദേശിച്ചിട്ടുണ്ട്. പിന്നെ കാലം കുറേ കഴിഞ്ഞപ്പോൾ ഇതിന് മങ്ങലേറ്റു. ഇപ്പം നീ എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ നിനക്ക് ഉപദേശിക്കുകയാണ്. അത് കേട്ടപ്പോൾ അർജുനന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, അങ്ങ് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെയുള്ള ആളാണല്ലോ. അങ്ങ് പണ്ട് സൂര്യൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് വിശ്വസിക്കും? ഭഗവാന്റെ ദിവ്യത്വം, അലൗകികമായിട്ടുള്ള ഭാവം പ്രകടിപ്പിക്കുകയാണ്. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താൻ അഹം വേദ. എൻ്റെയും നിൻ്റെയും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു അർജുന. എനിക്കെല്ലാം അറിയാം, നിനക്കൊന്നും അറിയില്ല. നോക്കൂ, ഭഗവാൻ ഇവിടെ പരമാത്മതത്വം ആ നിലയിലാണ് സംസാരിക്കുന്നത്. ദേവകി പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണനല്ല, തത്വമാണ്. അതുകൊണ്ട് ഭഗവാൻ ആ രഹസ്യം അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ജനിക്കാത്തവനാണ്, യാതൊരു നാശവുമില്ലാത്തവനാണ്. എങ്കിലും ഞാൻ എൻ്റെ തന്നെ മായാശക്തി ഉപയോഗിച്ച് ഇവിടെ അവതരിക്കും. ഇനി ഭഗവാൻ അവതാര രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? എവിടെയാണ് ഭഗവാൻ അവതരിക്കുന്നത്? യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ക്ഷയവും അധർമ്മത്തിന് വൃദ്ധിയും ഉണ്ടാകുന്നത്, അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും. ആലോചിച്ച് നോക്കൂ, ധർമ്മത്തിന് ക്ഷയം വരുമ്പോൾ, ഗ്ലാനി വരുമ്പോൾ അധർമ്മം കൊടികുത്തി വാഴും. അപ്പോൾ നാട്ടിൽ ക്ലേശവും ദുരിതവും അധികമാകും. ഈ ദുഃഖത്തിനെയെല്ലാം അതിക്രമിക്കാനായിട്ട് ആളുകൾ കൂടുതൽ അധർമ്മം ചെയ്യും. ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന അധർമ്മത്തിനെ അമർച്ച ചെയ്യാൻ മനുഷ്യരെ കൊണ്ടാവില്ല. ആ സമയത്ത് ഭഗവാൻ അവതരിച്ചേ തീരൂ. എന്തിനാണ് അവതരിക്കുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശിഷ്ടന്മാരെ രക്ഷിക്കാൻ, ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് അർജുന ഞാൻ അവതരിക്കുന്നത്. എൻ്റെ ഈ അവതാരങ്ങളെക്കുറിച്ചൊക്കെ താത്വികമായിട്ട് അറിയണം. അവതരിക്കുന്നത് ഓരോരുത്തരുടെയും ഉള്ളിലാണ് എന്നറിയണം. എല്ലാവരുടെയും ഉള്ളിൽ ജ്ഞാനമുണ്ട്, പരമാത്മാവുണ്ട്. ഈ ചെറിയ ജീവനാണ് ഞാൻ എന്ന് ധരിച്ചു വച്ചിരിക്കുന്നിടത്തോളം കാലം ആ പരമാത്മതത്വത്തെ ജീവൻ അറിയുന്നില്ല. ജീവൻ തന്നെ ആത്മാ, ജീവോ ബ്രഹ്മൈവനാവര, ജീവൻ ഈശ്വരൻ തന്നെ. ഈ തിരിച്ചറിവിലേക്ക് എപ്പോഴാണോ ഒരാൾ ഉണരുന്നത്, അന്ന് അയാളുടെ ഉള്ളിലും ഈശ്വരൻ അവതരിക്കും. താത്വികമായി എന്നെ അറിഞ്ഞവന് പിന്നെ കർമ്മക്കുരുക്കിൽ പെടുകയില്ല അർജുന. അവൻ സത്യം അറിയുന്നവനാണ്, അവൻ ജ്ഞാനിയാണ്. അവനറിയാം ഈ ലോകത്തിൽ ഒന്നും അവന് സ്വന്തമായിട്ടില്ല, എല്ലാം ഈശ്വരൻ്റെതാണ്. കർമ്മം ചെയ്യുമ്പോൾ അവൻ ഫലാപേക്ഷയില്ലാതെ ചെയ്യും.
കർമ്മഫലത്തിൽ അവന് ആസക്തിയില്ല. എന്തുകൊണ്ടെന്നാൽ അവന് വ്യക്തമായിട്ടറിയാം, നാം ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത്, നാം അർഹിക്കുന്നതാണ് എന്ന്. ഈ അറിവിൻ്റെ നിറവിൽ അവൻ എല്ലാ കർമ്മങ്ങളും യജ്ഞഭാവത്തിൽ തന്നെ ചെയ്യും. അവന് മുന്നിൽ കാണുന്ന സർവ്വതും യജ്ഞം തന്നെയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ജ്ഞാനിക്ക് യജ്ഞവേദിയാണ്. ഈ പ്രപഞ്ച വിഷയങ്ങളാണ് ആ യാഗാഗ്നിയിൽ ഹോമിക്കപ്പെടുന്ന വസ്തു. അതുകൊണ്ട് അവനറിയാം, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഒരു കർമ്മം ചെയ്യുന്നവൻ ബ്രഹ്മം, കർമ്മം ബ്രഹ്മം, ക്രിയ ബ്രഹ്മം, അതുകൊണ്ട് കിട്ടുന്ന ഫലം ബ്രഹ്മം. ആശ്രമങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ ശ്ലോകം ചൊല്ലാറുണ്ട്. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട്, സർവ്വതും ഈശ്വരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആണ് ആ സമയത്ത് നമ്മൾക്കിത് പാടാനായിട്ട് ഗുരുക്കന്മാർ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. ഭക്ഷണം ഉണ്ടാക്കുന്നയാൾ ഈശ്വരൻ, ഭക്ഷണം കഴിക്കുന്നയാൾ ഈശ്വരൻ, ഭക്ഷണം ഈശ്വരൻ, കഴിക്കുക എന്ന പ്രവൃത്തി ഈശ്വരൻ, ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ഫലം ഈശ്വരൻ. ഭക്തൻ ഭഗവാൻ എന്ന് പറയുന്നതിനെ തന്നെയാണ് ജ്ഞാനി ബ്രഹ്മം എന്നും പറയുന്നത്. ലൗകികർക്ക് എളുപ്പത്തിൽ സർവേശ്വരനിലെത്താൻ, ജ്ഞാനം ലഭിക്കാൻ, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ അനേക തരത്തിലുള്ള യജ്ഞങ്ങളൊക്കെ ഉണ്ട് ശാസ്ത്രങ്ങളിൽ. അതിൽ ചിലത് ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായം, ജ്ഞാനയജ്ഞം എന്നിവയാണ്. തൻ്റെ കയ്യിലുള്ള വസ്തുവകകൾ അത് അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക, അത് ദ്രവ്യയജ്ഞമാണ്. തപസ്സനുഷ്ഠിക്കുക, വ്രതങ്ങളനുഷ്ഠിക്കുക, മനസ്സിനെ നിയമനം ചെയ്യാനായിട്ട് ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക, അത് തപോയജ്ഞമാണ്. ശാസ്ത്രങ്ങൾ പഠിക്കുക, അത് സ്വാധ്യായമാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ജ്ഞാനയജ്ഞം. ജ്ഞാനയജ്ഞം എന്ന ആ പദം വേദവ്യാസൻ്റെ തന്നെ ഒരു സംഭാവനയാണ്. അജ്ഞാനത്തെ ജ്ഞാനാഗ്നിയിൽ ഹോമിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാൻ ഈ അധ്യായത്തിൽ ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയെ ആവോളം പ്രശംസിക്കുകയാണ്. അർജുനനോട് പറയും, സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ പര്യവസാനിക്കുന്നു. എപ്രകാരമാണോ അഗ്നി വിറകിനെ ഭസ്മമാക്കുന്നത്, അതുപോലെ എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനാഗ്നി ഭസ്മമാക്കും. ഇതിനർത്ഥം നമ്മൾ ഏതൊക്കെയോ ജന്മങ്ങളിൽ ഏതൊക്കെയോ ശരീരങ്ങളിലിരുന്ന് ചെയ്യുന്ന കർമ്മവാസനകൾ, അവയിൽ നിന്ന് പക്വമായവയാണ് പ്രാരബ്ധമായിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഈ ശരീരം തന്ന് നമ്മളെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത്. ഇവിടെ ഇരുന്ന് പ്രാരബ്ധം ക്ഷയിപ്പിക്കുന്നതോടൊപ്പം പുതിയ വാസനകൾ ആർജിക്കുമ്പോൾ അത് ഈ ശരീരം കൊണ്ട് ക്ഷയിപ്പിക്കാനാകാതെ അടുത്ത ജന്മങ്ങളിലേക്ക് ഒരുക്കി വയ്ക്കും. ഓർമ്മിക്കുക, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. ജ്ഞാനാഗ്നിയിൽ എല്ലാ കർമ്മങ്ങളും എരിഞ്ഞ് ചാമ്പലാവും. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ജ്ഞാനത്തിനേക്കാൾ പവിത്രമായിട്ട് ഈ ലോകത്ത് യാതൊന്നുമില്ല അർജുന. ഇങ്ങനെയുള്ള ജ്ഞാനം എവിടെ നിന്നാണ് കിട്ടുക എന്നും കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ശ്രുതി അറിഞ്ഞ, ഉപനിഷത്ത് സാരമറിഞ്ഞ, ആത്മവിദ്യയിൽ നിഷ്ഠരായിട്ടുള്ള ഗുരുക്കന്മാർ നിനക്ക് പറഞ്ഞു തരും. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നമസ്കരിക്കണം, അവരെ സേവിക്കണം, വിനയാന്വിതരായിട്ട് അവരോട് അറിവ് യാചിക്കണം.
തത്വദർശികളായിട്ടുള്ള ആ ഗുരുക്കന്മാർ നിനക്ക് ആത്മവിദ്യ ഉപദേശിക്കും. ഭഗവാൻ കൂട്ടിച്ചേർക്കുകയാണ്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവർക്കേ ജ്ഞാനം ഉണ്ടാവുള്ളൂ അർജുന. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരുവാക്യങ്ങളിലും ശാസ്ത്രങ്ങളിലും സത്യബുദ്ധി പുലർത്തുക. അതായത് ഗുരുവാക്യങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പൊരുൾ അറിയാനുള്ള ബുദ്ധി ഉണ്ടായിരിക്കുക. അതാണ് ശ്രദ്ധ. ശ്രദ്ധയുള്ളവന് ജ്ഞാനം കിട്ടും. ശ്രദ്ധയില്ലാത്തവനോ അവന് ജ്ഞാനം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അവന് ഇഹലോകത്തിലോ പരലോകത്തിലോ സുഖം ഉണ്ടാവുന്നതല്ല. ഈ ജ്ഞാനം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ജ്ഞാനം അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ധൂമേനാവ്രിയതേ വന്നി യഥാദർശോ മലേനച. എപ്രകാരമാണോ പുക കൊണ്ട് അഗ്നി മറയപ്പെട്ടിരിക്കുന്നത്, എപ്രകാരമാണോ അഴുക്ക് കൊണ്ട് കണ്ണാടിയിൽ പ്രതിബിംബം മറയപ്പെട്ടിരിക്കുന്നത്, അതുപോലെ അജ്ഞാനത്താൽ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രത്തിലും ഗുരുവാക്യങ്ങളിലും ഉള്ള പൊരുളിനെ സംശയിക്കുന്നവൻ ഒരിക്കലും ശ്രേയസ്സിനെ പ്രാപിക്കുന്നതല്ല. സംശയാത്മാ വിനശ്യതി എന്നാണ് ഭഗവാൻ പറയുന്നത്. അർജുനൻ്റെ ഉള്ളിൽ തന്നെ സംശയമുണ്ടല്ലോ, അതിനുള്ള മറുപടിയും കൂടിയാണിത്. ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അർജുനന്. കൗരവരെ കൊല്ലുന്നതാണോ ധർമ്മം, അതോ യുദ്ധത്തിൽ നിന്ന് പിന്മടങ്ങുന്നതാണോ ധർമ്മം? അർജുനന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഓർമ്മിക്കുക, നിശ്ചയിച്ചുറപ്പിക്കുന്നവന് സംശയങ്ങളില്ല. സംശയിക്കുന്നവന് നിശ്ചയിച്ചുറപ്പിക്കാൻ സാധ്യവുമല്ല. അറിവിൻ്റെ നിറവിൽ എല്ലാ സംശയങ്ങളും കെട്ടുപോകുന്നു. ഛിദ്യന്തേ സർവസംശയാഹ എന്നാണ് വേദം പറയുന്നത്. അറിഞ്ഞവന് പിന്നെ സംശയങ്ങളില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അർജുന, നിന്റെ ഉള്ളിലെ ഈ സംശയത്തെ നീ ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് മുറിക്കൂ. ആ ഹൃദയേശ്വരനെ കാണൂ, പരമാത്മതത്വത്തെ അറിയൂ. ജ്ഞാനപ്രാപ്തിക്ക് ശേഷം മുക്തിയിലേക്കുള്ള നിന്റെ യാത്ര സുഗമമാക്കാൻ ഈ അറിവ് നിനക്ക് പ്രയോജനപ്പെടും. അതിനു വേണ്ടത് സ്വധർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് അന്ധക്കരണ ശുദ്ധി നേടുക എന്നതാണ്. ഇതിനായിട്ട് ഉണരൂ അർജുന, ഹേ ഭാരത ഉത്തിഷ്ഠ. ഇങ്ങനെയാണ് ഭഗവാൻ ആ അധ്യായം ഉപസംഹരിക്കുന്നത്. എഴുന്നേൽക്കൂ. അർജുനനോട് മാത്രമുള്ള ഒരു ആഹ്വാനമല്ല ഇത്. എക്കാലത്തുമുള്ള മനുഷ്യരാശിയോട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉത്ബോധനമാണിത്. സ്വന്തം ധർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് അന്ധക്കരണം ശുദ്ധമാക്കി, ശുദ്ധമായ ആ അന്ധക്കരണത്തോടുകൂടി ഈശ്വരനെ ധ്യാനിച്ച് ആ പരമപദത്തിൽ എത്തുക. ഇതാണ് ജീവന്റെ ലക്ഷ്യം, ഇതാണ് മുക്തി, ഇതാണ് മോക്ഷം, ഇതാണ് ശാശ്വതമായ ആനന്ദപ്രാപ്തി, ദുഃഖനിവൃത്തി. ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായമായ ജ്ഞാന കർമ്മ സന്യാസയോഗം ഉപസംഹരിക്കുകയാണ്.